കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ ടി പി അബ്ദുള്ളക്കോയ മദനി നമ്മോടൊപ്പം ചേരുകയാണ്. ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിട്ട് ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ രാജ്യത്തെ സംബന്ധിച്ച്. അതിൽ മലബാറിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും മുസ്ലിം സമുദായത്തിൻ്റെ നിലപാട് രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതുമാണ്. അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ട ഘട്ടത്തിലല്ലേ ഉള്ളൂ സമുദായം ഉള്ളത്? പ്രത്യേക രാഷ്ട്രീയ നിലപാട് എന്ന് പറഞ്ഞുകൂടാ. ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന പ്രധാന ഇഷ്യൂസ് അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേരിട്ടും പൊതുസമൂഹം അതത് കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെ അവരുടെ ഇതമനുസരിച്ച് പ്രതികരിക്കാറാണ് സാധാരണ ഉള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു ഉത്ബുദ്ധ സമൂഹമാണ്. അത് ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അതിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷേ രാഷ്ട്രീയ അതത് കാലഘട്ടങ്ങളിൽ മാറി മാറി വരുന്ന പ്രശ്നങ്ങളും അത് പ്രതിസന്ധികളും ഇതിനെ വിലയിരുത്തി വ്യത്യസ്തമായ വീക്ഷണങ്ങൾ വെച്ച് പുലർത്താനുള്ള ഒരു അംഗീകാരം ഈ പ്രസ്ഥാനത്തിനുണ്ട്. ഇതിപ്പോൾ ഒരു സാധാരണ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏതൊരു സമുദായ സംഘടനയും സ്വീകരിക്കുന്ന ഒരു സമദൂര സിദ്ധാന്തമാണ്. പക്ഷേ ഇപ്പോൾ ഈ ഏക സിവിൽ കോഡിൻ്റെ വിഷയത്തിലാണെങ്കിലും പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിലാണെങ്കിലൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെ നിലപാട് വലിയ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമുദായം എങ്ങനെ പെരുമാറണം, എങ്ങനെ വോട്ട് ചെയ്യണമെന്നതിനെക്കുറിച്ചൊരു കൃത്യമായ ഒരു നിർദ്ദേശം വേണ്ടതല്ലേ സംഘടനയുടെ ഭാഗത്ത്? അങ്ങനെ വേണ്ടത് പൊതുവായി ഉരുത്തിരിയുന്ന ഒരു കാഴ്ചപ്പാടാണ് ഏത് സന്ദർഭത്തിലും ഒരു തിരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യ ദശയിലുണ്ടാകുന്നത്. ഇന്ന് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പൗരത്വ അവകാശങ്ങൾ, അതേപ്രകാരം ഏക സിവിൽ കോഡിനെ സംബന്ധിച്ചുള്ള വാദങ്ങൾ വളരെ ശക്തമായി മുസ്ലിം സമൂഹത്തെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമൂഹങ്ങളെ പേടിപ്പെടുത്തുന്ന നീക്കങ്ങളും ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു കാവലില്ലായ്മ യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കാൻ വയ്യാത്ത ഒരു ദുരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ഈ തിരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് ന്യൂനപക്ഷങ്ങൾ യഥാർത്ഥത്തിൽ ഭീതിതരാണ്. ലോകത്തെ അനുഭവങ്ങളും പഴയ സമൂഹമല്ലപ്പോൾ എല്ലാം പഠിച്ചവരും മനസ്സിലാക്കിയവരും ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവരുമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യമായതിൽ ശേഷം ഇത്രയും ദീർഘമായ കാലഘട്ടം ഇങ്ങനെ ഒരു സമുദായങ്ങളെ ഭിന്നിപ്പിക്കുകയും അല്ലെങ്കിൽ പൗരത്വ അവകാശം തന്നെ അതിൻ്റെ അർഹത ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപകടകരമായ പ്രസ്താവനകൾ ഭരണരംഗത്ത് നിന്നും അതേപ്രകാരം പൊതു ചർച്ചയിലും പ്രകടമായി കാണുന്നൊരു സന്ദർഭം. സ്വാഭാവികമായി ന്യൂനപക്ഷങ്ങൾ വളരെ ഭീതിതരാണ്. ആ ഒരു വീക്ഷണം ഈ അടുത്ത തെരഞ്ഞെടുപ്പിലും പ്രതികരിക്കും. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ പ്രബലമായ രണ്ട് മുന്നണികൾ LDFും UDFും ആണെങ്കിലും ആൻറ്റി BJP ആണ്. അവരുടെ BJP വിരുദ്ധ നിലപാടുകൾ അവർ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആരാണ് കൂടുതൽ ഇത്തരത്തിൽ BJPയെ പിന്തുണയ്ക്കാൻ നല്ലത് എന്നൊരു ചോദ്യമാണ് പൊതുവെ ഉന്നയിക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ കേരളത്തിൽ രണ്ടായാലും കുഴപ്പമില്ല എന്നുള്ളത് തന്നെയാണോ സമുദായത്തിന് ഈ സംഘടനയുടെ നിലപാട്? അങ്ങനെ ഒരു വ്യക്തമായ ഒരു രാഷ്ട്രീയ അഭിപ്രായം ഞാനിവിടെ പ്രകടിപ്പിക്കില്ല. കാരണം ഈ കാര്യങ്ങളോടുള്ള ഇന്നത്തെ സമൂഹത്തിൻ്റെ ബോധ്യം വളരെ വ്യക്തമാണ്. പൗരത്വ നിയമമാവട്ടെ, ഏക സിവിൽ കോഡാവട്ടെ, അതുപോലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വടക്കൻ ഇന്ത്യയിലും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലുമുള്ള അനുഭവങ്ങളാവട്ടെ, ഇതെല്ലാം അവരെ ഭയപ്പെടുത്തുന്നതാണ്. അവർക്ക് ഭരണകൂടത്തെ സംശയം ജനിപ്പിക്കുന്നതാണ്. BJPക്കൊരു ബദലാവാൻ കോൺഗ്രസ്സിനാണല്ലോ ദേശീയ തലത്തിൽ സാധിക്കുക. ആ ഒരു തിരിച്ചറിവ് ഈ സമുദായ സംഘടനകൾക്കും അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ഉണ്ടാവേണ്ടത്. അതിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വീക്ഷണം ഞങ്ങളുടെ സംഘടനാ തലത്തിൽ പറയാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. കാരണം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടവരും അഭിപ്രായമുള്ളവരും ഇതിലുണ്ട്. അങ്ങനെ ഒരു സ്വതന്ത്രമായ ഒരവസ്ഥയാണ് യഥാർത്ഥ സംഘടന അവർക്ക് നൽകാറുള്ളത്. പക്ഷേ ഇന്ന്
ഇന്ന് പൊതുവായി വന്നിട്ടുള്ള ഈ ന്യൂനപക്ഷങ്ങളുടെ നേരെയുള്ള അവരെ സംശയം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ഭീതിതരാക്കുന്ന ഒരു സാഹചര്യം, അത് പൊതുവിൽ ആരും പറയാതെ തന്നെ ഒരു തിരിച്ചറിവ് ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രതികരണം എന്തായിരുന്നാലും ഇലക്ഷനിലുണ്ടാകും. ഈ പൂഞ്ഞാർ സംഭവത്തിലൊക്കെ ഹുസൈൻ മടവൂർ നേരിട്ട് മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞൊരു മറുപടിയൊക്കെ ഉണ്ട്. ഈ മറുപടി സമുദായത്തെ വ്രണപ്പെടുത്തിയെന്ന് താങ്കൾ തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യം? ഇല്ല. ഞാൻ ആ കാര്യത്തിൽ പിന്നെ അങ്ങനെ ആ മീറ്റിങ്ങിൽ ഞാനും പങ്കെടുക്കേണ്ടതായിരുന്നു. ഞാനന്ന് അസുഖം കൊണ്ട് പോയിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു മതം തിരിച്ചിട്ടുള്ള ഒരു പ്രശ്നം അവിടെ ഉന്നയിക്കേണ്ടതില്ലായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് യഥാർത്ഥം ഞങ്ങൾക്കൊക്കെ ഉള്ളത്. അദ്ദേഹം ഞങ്ങളുടെ വൈസ് പ്രസിഡൻ്റാണ്, പിന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ബോധ്യമുള്ള ആളാണ്. ആ നിലക്ക് അവിടുത്തെ കാര്യങ്ങളെ പഠിച്ചതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നല്ലാതെ ഞങ്ങൾ സംഘടനാപരമായി അതൊരു പ്രശ്നമായിട്ട് എടുത്തില്ല. പ്രത്യേകിച്ച് ആ പ്രദേശങ്ങളിലെ പ്രത്യേകതകൾ നമുക്കറിയാം. ആ പ്രദേശത്തെ എല്ലാ കഴിഞ്ഞ കാല രാഷ്ട്രീയങ്ങളും അതേപ്രകാരം PC ജോർജിനെ പോലെയുള്ള ആളുകൾ അതിനെ ദുരുപയോഗപ്പെടുത്താൻ ആ ഭാഗങ്ങളിൽ ശ്രമിച്ച ഇതുവരെ ഇല്ലാത്ത ഒരു വർഗീയ വീക്ഷണവും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടാക്കുന്നു. അതിൻ്റെ ഇടയിൽ നമ്മളങ്ങനെ ഒരു അഭിപ്രായം വേണ്ടിയില്ലായിരുന്നു എന്നുള്ള അഭിപ്രായമുണ്ട് ഞങ്ങൾക്ക്. മുഖ്യമന്ത്രി അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. മുഖ്യമന്ത്രിയല്ല, എതിരിൽ ഒരു രാഷ്ട്രീയ ധ്വനിയുള്ളൊരു അഭിപ്രായം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ കരുതായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റില്ല എന്നുള്ളത്, മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ തെറ്റില്ല എന്നുള്ളത്. മന്ത്രി ക്ഷുഭിതനായി അതിനെ പ്രതികരിച്ചു. മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടേതായ ശൈലിയുണ്ടല്ലോ, അത് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. എന്തായിരുന്നാലും അത് ഞങ്ങളുടെ സംഘടനയിലോ മറ്റ് ഇതിലോ ഒരു ഇഷ്യൂ ആയിട്ടില്ല, അത് പ്രശ്നമായിട്ടില്ല. ഇപ്പം അങ്ങനെ പൊതുവെ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ അതുമായി ബന്ധപ്പെട്ട് ഇലക്ഷനുമായിട്ടുള്ളത്. പിന്നെ എല്ലാവരുടെയും മനസ്സിലും എല്ലാവരും ഉൾക്കൊണ്ടത്, കാരണം പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള ഉത്ബുദ്ധരായ ആളുകളാണെന്നുള്ളത് ഇതെല്ലാം മനസ്സിലാക്കുന്നവരാണ്. അതിൻ്റെ പ്രതികരണം ഉണ്ടാകും എന്നല്ലാതെ ഒരു സംഘടനാപരമായിട്ടുള്ള ഒരു ആഹ്വാനമോ അല്ലെങ്കിൽ അതിനെ അന്ധമായി പിന്തുണക്കണമെന്ന നിർദ്ദേശമായി ഞങ്ങൾ കെ സുധാകരൻ പരസ്യമായി തന്നെ സംഘടനയുടെ പിന്തുണ തേടിയാണ് വന്നിട്ടുള്ളത്. LDF നേതാക്കൾ ഇതുപോലെ വന്നിട്ടുണ്ട്, പലരും വന്നിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും, പ്രത്യേകിച്ച് ഞാൻ കുറച്ചു കാലമായി ഒരു വിശ്രമത്തിലാണ്, അസുഖമാണ്. അതുകൊണ്ട് പലപ്പോഴും ടൗണിലും അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിലും വെച്ച് കാണാൻ സാധിക്കാറുണ്ട്. ഇപ്പോൾ അതിനുള്ള ഒരു അവസരം കുറഞ്ഞത് കൊണ്ടാണ് സ്വാഭാവികമായിട്ട് അവരിവിടെ വരുന്നതും സാധാരണ നിലക്കുള്ള ഒന്നല്ലാതെ അതിനപ്പുറം ഒരു പ്രത്യേകത.